2 ദിവസങ്ങൾക്ക് പുറകിൽ ഡിവൈഎഫ്ഐ കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരമിറങ്ങി. എന്തായിരുന്നു സമരത്തിന്റെ മുദ്രാവാക്യം? ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹത്യക്കെതിരെ. ആരാണ് ന്യൂനപക്ഷ ഹത്യ നടത്തുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൽപ്പന്നക്കാരാണ്. അവിടുത്തെ ന്യൂനപക്ഷമാരാണ്? ബംഗ്ലാദേശിലെ ഹിന്ദുക്കളാണ്. ബംഗ്ലാദേശിന് വേണ്ടി കേരളത്തിൽ ഡിവൈഎഫ്ഐ സമരമിറങ്ങിയത് ഹിന്ദു മതവിശ്വാസികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? ഗസയ്ക്ക് വേണ്ടി സമരമിറങ്ങുന്നത് ഇസ്ലാം മതവിശ്വാസികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? മണിപ്പൂരിന് വേണ്ടി നൊന്നുതള്ളി മുദ്രാവാക്യം വിളിക്കുന്നത് ക്രിസ്തുമത വിശ്വാസികളെ പ്രീണിപ്പിക്കാനാണോ? ഈ അപകടകരമായ രാഷ്ട്രീയത്തെ നമ്മൾ തിരിച്ചറിയണം. മതമല്ല പ്രശ്നം, അടിയേറ്റ് വീഴുന്ന മനുഷ്യന്റെ ഹൃദയവേദന പങ്കിടാൻ ആരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് മുമ്പിൽ മരണാവസാനം വരെ ഏതു തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങൾക്കപ്പുറവും കേരളത്തിലെ CPIM വിളിച്ചു പറയും, അടിയേറ്റ് വീഴുന്ന മനുഷ്യൻ ധാക്കയിലാവട്ടെ, ഗസയിലാവട്ടെ, ബംഗ്ലാദേശിലാവട്ടെ, മണിപ്പൂരിലാകട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് വിളിച്ചു പറയും. അത് മനുഷ്യത്വപൂർണ്ണമായ രാഷ്ട്രീയമാണ്. അതിനെ തീവ്രവാദവുമായി ബന്ധിപ്പിക്കാൻ പാടില്ല. ഈ പ്രചരണമാണ് കേരളത്തിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുണ്ടായ അനുഭവം എന്താണ്? പാർലമെന്റിൽ ഇടതുപക്ഷത്തിന് പരാജയം നേരിടേണ്ടതായി വന്നു. അസ്വാഭാവികമായ അപ്രതീക്ഷിതമായ പരാജയം നേരിടേണ്ടതായി വന്നു. അപ്പോഴെന്താണ് കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞത്? കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞു, നിങ്ങൾ പൗരത്വം മുതൽ പലസ്തീൻ വരെ ഉയർത്തി. ആരെ പ്രീണിപ്പിക്കാൻ ഉയർത്തി? കേരളത്തിലെ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ പൗരത്വം മുതൽ പലസ്തീൻ വരെ നിങ്ങൾ ഉയർത്തി. നിങ്ങൾ തോറ്റുപോയി എന്ന് പറഞ്ഞു. പറഞ്ഞത് RSSന്റെ നേതാവല്ല, ഭാഷ RSSന്റേതാണ്. പക്ഷെ ആ സമയത്തോ ഈ അനൗദ്യോഗിക ഘടകകക്ഷികൾ അന്നും UDFന്റെ ഭാഗമാണ്. ലാസ്റ്റ് ബസ് വയനാട് MPയുടേതാണ്. അതായിരുന്നില്ലേ ലീഗിന്റെ പ്രസംഗം? പൊള്ളിയിട്ടുണ്ടോ? കേരളത്തിലെ മുസ്ലിം ലീഗിനും പോപ്പുലർ ഫ്രണ്ടിനും ജമാഅത്തെ ഇസ്ലാമിക്കും വെൽഫെയർ പാർട്ടിക്കും കേരളത്തിൽ ലോകമെമ്പാടവും പൗരത്വ പ്രശ്നം എന്ന് പറയുന്നത് ഒരു മുസ്ലിം മത പ്രശ്നമാണോ? അതൊരു മാനുഷിക പ്രശ്നമല്ലേ? പലസ്തീൻ മുതൽ പൗരത്വം വരെ സമരധാര ഉയർത്തുന്നത് ലോകമെമ്പാടുമുള്ള ഇരകളാകേണ്ട വരുന്ന മനുഷ്യരോടുള്ള ഐക്യപ്പെടലിന്റെ ഭാഗമായിട്ടല്ലേ? പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞത് എന്താണ്? നമ്മൾ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാൻ ഈ പ്രശ്നം ഉയർത്തുന്നു എന്നുള്ളതാണ്. മിണ്ടിയിട്ടില്ല, അതിനോട് പ്രതികരിച്ചിട്ടില്ല ഈ സംഘങ്ങളിൽ പെട്ട ഒരാളും. എന്തായിരുന്നു അന്ന്? മുസ്ലിം മത പ്രകടനം പറഞ്ഞു. ഇപ്പോഴെന്ത് പറയുന്നു? ഉപതെരഞ്ഞെടുപ്പിന്റെ ഘട്ടമെത്തുമ്പോ പറയുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു മലപ്പുറം വിരുദ്ധനാണ്. ഇടതുപക്ഷം കേരളത്തിൽ ഭൂരിപക്ഷ പീഡനം നടത്തുകയാണ്. ഇത് രണ്ടും പറഞ്ഞത് ആരാണ്? ഇത് രണ്ടും പറഞ്ഞത് കോൺഗ്രസ് ആണ്. ഇത് രണ്ടും പ്രചരിപ്പിച്ചത് കേരളത്തിലെ UDF ആണ്. എന്നാൽ ഇപ്പോൾ മാത്രം ആ പ്രചരണത്തെ തൊണ്ട തൊടാതെ SDPI മുതൽ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും വരെയുള്ള ആളുകൾ ഏറ്റെടുക്കുകയാണ്. ഞാൻ മറ്റ് ഇതിലേക്ക് പോകുകയല്ല. പക്ഷെ പ്രത്യേകത എന്താണ്? നമ്മൾ എല്ലാവരും തിരിച്ചറിയണം. CPIMകാർ മാത്രമല്ല, കരുവാരക്കുണ്ടും മലപ്പുറവും കേരളവും മതനിരപേക്ഷപൂർണമായ സമാധാനത്തോടുകൂടെ നാളെയും തുടരണം. അങ്ങനെ ആഗ്രഹിക്കുന്നവർ, നിങ്ങൾക്ക് CPIMനോട് യോജിപ്പോ വിയോജിപ്പോ ഉണ്ടാകാം, അതെന്തുമാകട്ടെ. പ്രത്യേകത, ഇന്ത്യൻ ആകാശത്തിന്റെ ചുവട്ടിൽ കേരളം ഉയർത്തിപ്പിടിക്കുന്ന മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ പ്രസക്തമായ അനുഭവം എന്താണ്? ഈ സംഘങ്ങളിൽപ്പെട്ട ഒറ്റ ഒരുവനും നമ്മളോട് ഇത് വിശദീകരിക്കില്ല. കാരണം എന്താണ്? 2024 എന്റെ ഓർമ്മ ശരിയെങ്കിൽ ഏപ്രിൽ മാസം ഓർഗനൈസറിന്റെ പതിപ്പുണ്ട്. RSSന്റെ മുഖമാസികയാണ് ഓർഗനൈസർ. എന്താണ് ഈ വർഷം അല്പമാസങ്ങൾക്ക് പിറകിൽ 2024 ഓർഗനൈസറിൽ RSS അവകാശപ്പെടുന്നത് എന്താണ്? ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ തങ്ങൾക്ക് പ്രവർത്തിക്കാൻ സജ്ജമായ സക്രിയമായ ശാഖകളെ സംബന്ധിച്ച് ഓർഗനൈസർ വാചാലരാവുകയാണ്. ശ്രദ്ധിക്കണം, ദേശാഭിമാനിയല്ല, RSSന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ ഓർഗനൈസറാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? തങ്ങൾക്ക് ഈ 2024 ആണ്ടിലും നമ്മളിവിടെ ഒത്തുചേരുന്നതിന് അല്പമാസങ്ങൾക്ക് പിറകിലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സക്രിയമായ ശാഖകൾ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനം ഏതാണ്? കരുവാരക്കുണ്ടിലോ മലപ്പുറത്തോ കേരളത്തിലോ ഉള്ള ലീഗുകാർ പറയുവോ RSSന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖയുള്ളത് എവിടെയാണ് എന്ന്? UPയിലാണോ? അല്ല. ഇപ്പോൾ ഓരോ പള്ളിയുടെയും ചുവട്ടിൽ ശിലാഫലകമുണ്ടോ എന്ന് അന്വേഷിച്ച് കലാപങ്ങൾക്ക് കോപ്പ് കൂട്ടുകയാണ്. അല്പ ദിവസങ്ങൾക്ക് പുറകെ നമ്മൾ കണ്ടു ദുഷ്യന്ത് ദവേ, സുപ്രീം കോടതിയിലെ ഏറ്റവും സമാദരണീയനായ അഭിഭാഷകൻ, ബാർ അസോസിയേഷന്റെ മുൻ അധ്യക്ഷൻ, രാജിവെച്ചിറങ്ങി പോന്നതാണ് അദ്ദേഹം കരൺ റാപ്പറുമായി ഒരു അഭിമുഖം നടത്തവേ വികാരാധീനനായി നിറകണ്ണുകളോടുകൂടെ പൊട്ടിക്കരഞ്ഞു. ഇന്ത്യയിൽ മതന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരുടെ അവസ്ഥ എന്ത്? ഞാൻ രാത്രിയിരുന്ന് വികാരാധീനനായി കരയുന്ന സമയത്ത് എന്റെ ജീവിത പങ്കാളി ചോദിക്കും, അങ്ങ് എന്തിനാണ് ഈ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് ഇത്രമേൽ വികാരപരമായി ചിന്തിക്കുന്നത്? അദ്ദേഹം ആ അഭിമുഖത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പ്രസക്തമായ അനുഭവം എന്താണ്? ഓരോ ആരാധനാലയത്തിന്റെയും മറവിൽ വർഗീയ കലാപങ്ങൾക്ക് കോപ്പുകൂട്ടാൻ സഹായകമായ വിധി പ്രസ്താവം നടത്തിയതിൽ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ആദരണീയനായ ചന്ദ്രചൂഡിന് സംശയകരമായ പങ്കില്ലേ? ഞെട്ടിപ്പിക്കുന്ന ചോദ്യമാണ് ചോദിച്ചത്. ഇതെവിടെയും ഇവിടെ ചർച്ചയായിട്ടില്ല. ഹത്രസിന്റെ അനുഭവം പറയുന്നു, മധുരയിൽ ഗ്യാൻവാമിയുടെ അനുഭവം പറയുന്നു, രാജ്യത്തിന്റെ അഭിമാനമായ രാജസ്ഥാനിലെ അജ്മീർ ദർഗയെ കുറിച്ച് പറയുന്നു,
ഉത്തർപ്രദേശിലെ സുപ്രസിദ്ധനായ സൂഫി വര്യന്റെ നാമധേയമുള്ള ഫത്തേപൂർ സിക്രിയിലെ പള്ളിക്കടിയിൽ ശിലയുണ്ടോ എന്ന് പരിശോധിക്കാൻ ഈ സംഘം ഇറക്കി പുറപ്പെടുന്നു. എന്തുകൊണ്ട് അത്തരം ഒരു പരിശോധന മലപ്പുറത്തും കരുവാരക്കുണ്ടും കേരളത്തിലും നടക്കുന്നില്ല? ലീഗ് പരിശോധിച്ചിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിട്ടുണ്ടോ? വെൽഫെയർ പാർട്ടി ഇത് വിശദീകരിച്ചിട്ടുണ്ടോ? എന്താണ് 2024 ഏപ്രിൽ മാസം ഓർഗനൈസർ പറയുന്നത്? തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശാഖ പ്രവർത്തിക്കുന്നത് 5468 ശാഖ. അത് യുപിയിലും ഗുജറാത്തിലുമല്ല, നാഗപ്പൂർ എന്ന ദേശീയ കാര്യാലയം ഉൾക്കൊള്ളുന്ന മഹാരാഷ്ട്രയിലല്ല. അതെവിടെയാണ്? അത് നമ്മുടെ നാട്ടിലാണ്. RSS 5468 ശാഖ പ്രതിദിനം സക്രിയമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ സംഘപരിവാർ സ്വാധീനത്തിന്റെ ഒന്നാമത്തെ സജീവ കേന്ദ്രം എന്നവർ അവകാശപ്പെടുന്ന മണ്ണ് നമ്മുടെ കേരളമാണ്, നമ്മുടെ കേരളം. എന്നിട്ടും ഈ കേരളത്തിൽ എന്തുകൊണ്ട് ഒരു ഗ്യാൻവാബി ഉണ്ടാകുന്നില്ല? ഈ കേരളത്തിൽ എന്തുകൊണ്ട് ഒരു മധുര ഉണ്ടാകുന്നില്ല? ഈ കേരളത്തിൽ എന്തുകൊണ്ട് ഒരു രാജസ്ഥാനിലെ അജ്മീർ ദർഗ ഉണ്ടാകുന്നില്ല? നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ട് ഫത്തേപൂർ സിക്രിയിലെ പള്ളി പരിശോധിക്കണമെന്ന്, സൂഫി വര്യന്റെ കബറിടം കുഴിമാന്തി എടുക്കണമെന്ന് RSS ആവശ്യപ്പെടാൻ എന്തേ കേരളത്തിൽ തയ്യാറാകുന്നില്ല? എത്രയെത്ര ഇന്ത്യൻ അനുഭവങ്ങളുണ്ട്. ഞാൻ സൂക്ഷ്മതകളുടെ കാര്യങ്ങളിലേക്ക് പോകുകയല്ല. എത്രയെത്ര ഇന്ത്യൻ അനുഭവങ്ങൾ. ഇന്ത്യൻ നാടുകളിൽ വർഗീയ കലാപം വിഷം വിധിച്ച് ആയിരക്കണക്കിന് വരുന്ന നിരപരാധികൾ അവരുടെ ഹൃദയരക്തം ഒഴുകിപ്പടർന്ന എത്രയെത്ര നഗരങ്ങളുടെ പേരുകൾ നമുക്ക് ഓർക്കാൻ കഴിയും. ഗോദ്ര, ഗുജറാത്ത്, ഒറീസ, കാന്തമാൽ, മുസഫർപൂർ, മുംബൈ, കോയമ്പത്തൂർ, നീണ്ട പട്ടികയാണ്. ഈ പട്ടികയിൽ എന്തുകൊണ്ട് കരുവാരക്കുണ്ടില്ല? ഈ പട്ടികയിൽ എന്തുകൊണ്ട് മലപ്പുറമില്ല? ഈ പട്ടികയിൽ എന്തുകൊണ്ട് വർഗീയ കലാപങ്ങളിൽ ആയിരങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെടേണ്ട, വിഭജിതമാക്കപ്പെടേണ്ട വന്ന ഇന്ത്യൻ നഗരങ്ങളിൽ എന്തുകൊണ്ട് കേരളത്തിന്റെ ഒരു ഗ്രാമനഗരാന്തരത്തിന്റെയും പേരില്ല? നല്ലവണ്ണം ആലോചിക്കണം. കരുവാരക്കുണ്ടിന്റെയും മലപ്പുറത്തിന്റെയും കേരളത്തിന്റെയും മതനിരപേക്ഷത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാത്രം ആശങ്കയായാൽ മതിയോ? നാളെയും നമ്മുടെ നാട് സമാധാനപൂർണ്ണമായി ജീവിക്കണ്ടേ? അല്പ ദിവസങ്ങൾക്ക് പുറകിൽ മണിപ്പൂരിൽ കണ്ട കാഴ്ച എന്താണ്? 2 പെൺകുട്ടികൾ 17 വയസ്സുള്ള കൗമാരക്കാർ പരിപൂർണ നഗ്നരാക്കി ഒരു തെമ്മാടിക്കൂട്ടം തെരുവിലൂടെ വലിച്ചടിച്ചുകൊണ്ട് പോകുകയാണ്. ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു, ഇതേപോലെയുള്ള 100 കണക്കിന് വരുന്ന കാഴ്ചകളുണ്ട്, ഇതിൽ വലിയ അത്ഭുതമില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ട് അത്തരമൊരു അനുഭവം മണിപ്പൂരിലുണ്ടായത് എന്തുകൊണ്ട് മലപ്പുറത്തുണ്ടാകുന്നില്ല? എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങൾക്ക് നാളെയും ഇതേപോലെ തന്നെ സമാധാനത്തോടെ ജീവിക്കണ്ടേ? ഈ തീവ്രവാദികളുടെ പിന്തുണ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിലോ ഒരു ഉപതെരഞ്ഞെടുപ്പിലോ സ്വീകരിച്ച് അവരെ കയറ്റിയിരുത്തിയാൽ 10 വോട്ട് ലഭിക്കണമെങ്കിൽ നാളെ കേരളം ഇന്ത്യ പോലെ ആയിത്തീരില്ലേ? ഈ നഗരങ്ങളുടെ പട്ടികയിൽ കേരളം ഉണ്ടാകില്ലേ? എന്തുകൊണ്ട് കേരളം ഇന്ത്യൻ അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നു? നമ്മൾ തിരിച്ചറിയണം. അന്തസ്സുള്ള ലീഗുകാർ തിരിച്ചറിയണം. മതതീവ്രവാദി അല്ലാത്ത കേരളത്തിലെയും മലപ്പുറത്തെയും കരുവാരക്കുണ്ടിലെയും ഏത് സാധാരണക്കാരനായ മനുഷ്യനും തിരിച്ചറിയണം എന്തുകൊണ്ട് കേരളം ഇതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നു. RSSന്റെ നേതാവ് ഗോൾവൽക്കറുടെ ചിത്രം കാണുമ്പോൾ, ആരാണ് ഗോൾവൽക്കർ? മുസ്ലിങ്ങളെയും മാർക്സിസ്റ്റുകാരെയും ക്രിസ്ത്യാനികളെയും കൊന്നുകളഞ്ഞിട്ട് വേണം ഇന്ത്യ മതരാഷ്ട്രം രൂപീകരിക്കാനെന്ന പുസ്തകം എഴുതി വെച്ച ഗോൾവൽക്കറുടെ ജന്മവാർഷികം ആഘോഷിക്കാൻ അയാളുടെ ചിത്രത്തിന് മുമ്പിൽ ഉടുത്തിരിക്കുന്ന മുണ്ടെടുത്തിന്റെ മടിത്തുമ്പെടുത്ത് താഴേക്കിട്ട് മുട്ടിലിഴഞ്ഞ് നിലവിളക്ക് കൊളുത്തുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശനുള്ളത് കൊണ്ടാണോ മലപ്പുറത്തും കേരളത്തിലും വർഗീയ കലാപം ഉണ്ടാകാത്തത്? CPIM-കാർ ശാഖ ആക്രമിക്കാൻ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ഉടുത്തിരിക്കുന്ന കതർമുണ്ട് അഴിച്ചു മാറ്റി കാക്കി കളസമെടുത്തണിഞ്ഞ് ശാഖയ്ക്ക് കാവൽ കിടന്നു എന്ന് പ്രസംഗിക്കുന്ന കോൺഗ്രസിന്റെ പ്രസിഡന്റ് സുധാകരൻ ഉള്ളത് കൊണ്ടാണോ മലപ്പുറവും കരുവാരക്കുണ്ടും കേരളവും സമാധാനമായി തുടരുന്നത്? നമ്മൾ 20-ൽ 19-ലും തോറ്റ് പോകേണ്ട വന്നവരാണ്. പക്ഷെ പ്രത്യേകത എന്താണ്? മറ്റു തെരഞ്ഞെടുപ്പിലും തോൽവിയും വിജയവും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. പക്ഷെ എന്താണ് നമ്മളെ സംബന്ധിച്ചുള്ള പ്രത്യേകത? ഏതു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമ്പോഴും ഒരു തോൽവിയിലും തോറ്റുപോകാത്ത രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിന്റെ പതാകയാണ് CPIM ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് എന്തു വേണ്ടി തെരഞ്ഞെടുപ്പിലെ താൽക്കാലിക ജയപരാജയങ്ങൾക്കപ്പുറം പോസ്റ്റർ ഒട്ടിക്കാൻ, സ്ലിപ്പ് കൊടുക്കാൻ, ബൂത്തിലിരിക്കാൻ, ചുവരെഴുതാൻ, പൊതിച്ചോർ ശേഖരിക്കാൻ, രക്തം ദാനം ചെയ്യാൻ എന്നു വേണ്ട നിതാന്ത ഇടവേളകളില്ലാത്ത സമര സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ അവസാനത്തെ അനുഭാവിക്കും. തോറ്റുപോകുമ്പോൾ കുനിഞ്ഞു പോകുന്ന ശിരസോട് കൂടിയിട്ടല്ല. ടാഗോറിന്റെ പ്രസിദ്ധീകരിച്ച കവിതയുണ്ട്, വേർ ദ ഹെഡ് ഈസ് ഹെൽഡ് ഹൈ ആൻഡ് മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ. സ്വാതന്ത്ര്യ സമരം വിരമ്പിയാർത്തിയ ഒരു മുന്നേറ്റമായ കാലഘട്ടത്തിന്റെ സൃഷ്ടിയാണ്. നിർഭയമായ മനസ്സും ഉന്നതമായ ശിരസും, അങ്ങനെയാണ് ടാഗോർ ഇന്ത്യയെ സംബന്ധിച്ച് പാടുന്നത്. അതുകൊണ്ട് തോറ്റുപോകുമ്പോൾ അപമാനത്തോടെ കുനിഞ്ഞു പോകുന്ന ശിരസോട് കൂടിയിട്ടല്ല, മറിച്ച് ഒരു തോൽവിയിലും തോറ്റുപോകാത്ത രാഷ്ട്രീയത്തിന്റെ അഭിമാനകരമായ കരുത്തോടുകൂടെ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ പ്രവർത്തകനും ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയും, ലോകത്തിലെ ഏറ്റവും വലിയ വംശീയതയായ ഇന്ത്യൻ സംഘപരിവാരത്തിന് ഏറ്റവും കൂടുതൽ കരുത്ത് കേരളത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഞങ്ങളുടെ നാടിന്റെ മതനിരപേക്ഷതയെ ഒന്ന് പോറലേൽപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ
അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ 38,468 കേന്ദ്രങ്ങൾ ഉയർന്നു പാറി പറക്കുന്ന രക്തനക്ഷത്ര ശോഭയുള്ള ഈ ചെമ്പതാക കേരളത്തിന് കാവൽ നിൽക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ അനുഭവത്തെ തിരിച്ചറിയണം. എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കരുവാരക്കുണ്ടിൽ ഉണ്ടാകുന്നില്ല, മലപ്പുറത്തും കേരളത്തിലും ഉണ്ടാകുന്നില്ല? അപ്പോൾ പറയുന്നു, ഈ പ്രശ്നങ്ങളിലൊക്കെ സമരം ഉയർത്തുന്ന നമ്മുടെ പാർട്ടി CPIM പ്രീണിപ്പിക്കാൻ പോവുകയാണ്. പറയുന്നത് RSSന്റെ നേതാവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പറയുന്നത് ആരാണ്? SDPIയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ തിരുത്തി പൗരത്വം മുതൽ പലസ്തീൻ വരെ മുസ്ലിം പ്രകടനമാണ് എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാവാണ്. അങ്ങനെ ഒരു പ്രകടനമുണ്ടോ? ലോകത്തെ ഏത് ഗ്രാമനഗരാന്തരങ്ങളിൽ മനുഷ്യൻ അടിയേറ്റ് വീഴുമ്പോഴും നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് എന്ന് നൊന്തു തല്ലി വിളിച്ചു പറയുന്നത് നിലത്ത് വീഴുന്ന മനുഷ്യന്റെ മതം നോക്കിയിട്ടല്ല. ആദരണീയനായ NV കൃഷ്ണവാര്യർ കോഴിക്കോട് കൊയിലാണ്ടിയിൽ കീഴരിയൂർ ബോംബ് കേസിലെ പ്രതിയായിരുന്നു. അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. മീഡിയ വൺ ചാനലിലെ പുതു അവതാര സംഘമൊന്നും ആ ചരിത്രം അറിയാത്തത് നമ്മുടെ ഭാഗ്യം. ഭഗത് സിംഗിനെ തീവ്രവാദിയാക്കാൻ മടിയില്ലാത്തവന്മാരാണ്. അപ്പോ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി കേസിൽ പ്രതിയാകേണ്ട വന്ന NV കുമാർ എന്ത് ചെയ്താനെ? അത് അദ്ദേഹത്തിന്റെ ഭാഗ്യം. ഇരിക്കട്ടെ, NVയുടെ ആഫ്രിക്ക എന്ന് പറയുന്ന കവിതയുടെ പ്രത്യേകത എന്താണ്? അങ്ങകലെ ആഫ്രിക്കൻ അടിമകളുടെ പുറത്ത് ചാട്ടവാറടിയേക്കുമ്പോഴും ഇവിടെ എന്റെ പുറം പൊളിയുന്നു. അങ്ങനെയാണ് NV കവിത എഴുതുന്നത്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർ ആയിരുന്നില്ല. അടിയേറ്റ് വീഴേണ്ട വരുന്ന മനുഷ്യൻ ഗസയിലാണെങ്കിലും പലസ്തീനിലാണെങ്കിലും മണിപ്പൂരിലാണെങ്കിലും മലപ്പുറത്താണെങ്കിലും ലോകത്തിന്റെ ഏതു ഗ്രാമനഗരാന്തരങ്ങളിലാണെങ്കിലും നൊന്തു തല്ലുമാറ് ഹൃദയവേദനയോടുകൂടെ നമ്മളും വിളിച്ചു പറയും, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട്. ആഫ്രിക്ക NV കണ്ടിട്ട് കൂടെ ഉണ്ടാകില്ല. ഇരുൾ വീണ ഭൂഖണ്ഡങ്ങളിൽ ഒരു അടിമയുടെ പുറത്ത് ചാട്ടവാറടിയേക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ കാണാനോ പരിചയപ്പെടാനോ സാധ്യതയില്ലാത്ത ഒരു മനുഷ്യന്റെ നേർക്ക് അടിയേറ്റ് വീഴുമ്പോൾ ഇവിടെ എന്റെ പുറം പൊളിയുന്നു. അങ്ങനെയാണ് അദ്ദേഹം പാടുന്നത്. ആ അനുഭവമാണ് CPIMന്റെ രാഷ്ട്രീയം. ആ അനുഭവം ഉയർത്തിപ്പിടിച്ച് നൊന്തു തല്ലി സമരമിറങ്ങുമ്പോൾ പറയുകയാണ്. ഇപ്പോ 2 ദിവസങ്ങൾക്ക് പുറകിൽ DYFI കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരമിറങ്ങി. എന്തായിരുന്നു സമരത്തിന്റെ മുദ്രാവാക്യം? ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ ഹത്യക്കെതിരെ. ആരാണ് ന്യൂനപക്ഷ ഹത്യ നടത്തുന്നത്? ജമാഅത്തെ ഇസ്ലാമിയുടെ ഉൽപ്പന്നക്കാരാണ്. അവിടുത്തെ ന്യൂനപക്ഷമാരാണ്? ബംഗ്ലാദേശിലെ ഹിന്ദുക്കളാണ്. ബംഗ്ലാദേശിന് വേണ്ടി കേരളത്തിൽ DYFI സമരമിറങ്ങിയത് ഹിന്ദു മതവിശ്വാസികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? ഗസയ്ക്ക് വേണ്ടി സമരമിറങ്ങുന്നത് ഇസ്ലാം മതവിശ്വാസികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? മണിപ്പൂരിന് വേണ്ടി നൊന്തുതള്ളി മുദ്രാവാക്യം വിളിക്കുന്നത് ക്രിസ്തു മതവിശ്വാസികളെ പ്രീണിപ്പിക്കാനാണോ? ഈ അപകടകരമായ രാഷ്ട്രീയത്തെ നമ്മൾ തിരിച്ചറിയണം. മതമല്ല പ്രശ്നം. അടിയേറ്റ് വീഴുന്ന മനുഷ്യന്റെ ഹൃദയവേദന പങ്കിടാൻ ആരുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് മുമ്പിൽ മരണാവസാനം വരെ ഏതു തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങൾക്കപ്പുറവും കേരളത്തിലെ CPIM വിളിച്ചു പറയും, അടിയേറ്റ് വീഴുന്ന മനുഷ്യൻ ധാക്കയിലാവട്ടെ, ഗസയിലാവട്ടെ, ബംഗ്ലാദേശിലാവട്ടെ, മണിപ്പൂരിലാകട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളും നിങ്ങളോടൊപ്പമുണ്ട് എന്ന് വിളിച്ചു പറയും. അത് മനുഷ്യത്വപൂർണ്ണമായ രാഷ്ട്രീയമാണ്. അതിനെ തീവ്രവാദവുമായി ബന്ധിപ്പിക്കാൻ പാടില്ല. ഈ പ്രചരണമാണ് കേരളത്തിൽ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ ഈ വിവാദ വ്യവസായത്തിന്റെ കുത്തൊഴുക്ക് വിടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ആമുഖമായി സൂചിപ്പിച്ചു, അസാധ്യമെന്നും അസംഭവ്യമെന്നും കേരളത്തിൽ വിവിധ വിഭാഗം മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും. ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയിൽ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയുടെ ഒരു ഹ്രസ്വ ദൃശ്യം കാണാനിട വന്നു. 15 സെക്കൻഡ് ദൈർഘ്യമില്ല. അദ്ദേഹം പറയുന്നു, ആലപ്പുഴ മുതൽ ഏതാണ്ട് തിരുവനന്തപുരം വരെ ദേശീയപാതയ്ക്ക് സ്ഥലം ഏറ്റെടുക്കണമെങ്കിൽ 15 വർഷം തികയാതെ വരും. ചുരുങ്ങിയത് 15 വർഷം തികയാതെ വരും. അതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ആ സമയത്താണ് ദേശീയപാത അതോറിറ്റി കേരളം വിട്ടുപോയത്. ഇത് വികസനങ്ങളുടെ മരിപ്പുറമ്പാകും. ആർജവമില്ലാത്ത രാഷ്ട്രീയ നേതൃത്വമാണ് കേരളത്തിന്റെ ശാപം. പറഞ്ഞത് നമ്മളാരുമല്ല, പറഞ്ഞത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥരാണ്. പ്രത്യേകത എന്താണ്? ഈ മലപ്പുറം ജില്ല നിങ്ങൾ എല്ലാവരും ഓർമ്മിക്കുന്നുണ്ടാകുമല്ലോ, കേരളത്തിലെ ഏറ്റവും സാന്ദ്രതയുള്ള ജില്ലയായിരുന്നു. ദേശീയപാതയുടെ സ്ഥലമേറ്റെടുപ്പിനെതിരെ ഏറ്റവും രൂക്ഷമായ സമരങ്ങൾ നടന്ന ജില്ലയായിരുന്നു. തെറ്റായ തീവ്രവാദ ശക്തികൾ ആ സമരത്തെ വഴിതെറ്റിച്ചു വിടാനും ശ്രമിച്ചത് കേരളം കണ്ടതാണ്. പ്രത്യേകത എന്താണ്? കേരളത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടെ പറയാം, ദേശീയപാത 6 മണിക്കൂർ കൊണ്ട് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്തെത്താൻ കഴിയുന്ന ദേശീയപാത 2026 യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള മലപ്പുറം ജില്ലയാണ് 100% ഭൂമി ഏറ്റെടുക്കൽ പൂർത്തീകരിച്ച കേരളത്തിലെ ഗവൺമെന്റിന് കൈമാറിയത്. ഒരാളുടെയും കണ്ണീർ വീണില്ല. ഒരാളും നിരാശനായി സ്വന്തം മണ്ണ് വിട്ടു പോകേണ്ടതായിട്ട് വന്നിട്ടില്ല. ആ ദേശീയപാത കേരളത്തിൽ യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പൂവാറിൽ നിന്ന് ബോട്ടിൽ കയറിയാൽ കാസർഗോഡ് ബേക്കലിൽ ബോട്ടിറങ്ങാൻ കഴിയുന്ന ദേശീയ ജലപാത നമുക്ക് വിസ്മയമായിരിക്കും. 54% പണി പൂർത്തീകരിക്കുന്നു. ദേശീയപാതയുടെ ഇരട്ടി വലിപ്പമുള്ള ഏതാണ്ട് 1700 കിലോമീറ്റർ ദൈർഘ്യമുള്ള മലയോര ഹൈവേ 56% പണി പൂർത്തീകരിക്കുന്നു. തീരദേശ ഹൈവേ 48% പണി പൂർത്തീകരിക്കുന്നു. കൊച്ചിയിൽ വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാകുന്നു. കൊച്ചി മെട്രോ തൃപ്പൂണിത്തുറയിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് പുതിയ ഫേസ് നിർമ്മാണം നടക്കുന്നു. എന്താണ് പ്രത്യേകത?
ഒന്നും രണ്ടും പിണറായി ഗവൺമെന്റുകളെ വരുംകാല കേരളത്തിന്റെ ചരിത്രം അടയാളപ്പെടുത്തുക കേരളത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന്റെ അടിത്തറയും മേൽക്കൂരയും പൊളിച്ചെഴുതിയ വിസ്മയകരമായ മാറ്റങ്ങളെ സാധ്യമാക്കിയ ഗവൺമെന്റ് എന്ന നിലയിലായിരിക്കും. എന്താണ് പ്രത്യേകത? നമ്മൾ കാണേണ്ടത് ഇപ്പൊ കേരളത്തിലൊരു പ്രചരണമുണ്ട്. പ്രചരണം പൂർണ്ണമായി തെറ്റാണെന്നല്ല, കുഞ്ഞുങ്ങളാരും ഇവിടെ നിൽക്കുന്നില്ല. UK, USA, ഓസ്ട്രേലിയ, ജർമ്മനി, കാനഡ, ഫിൻലൻഡ് എന്നിങ്ങനെ പലായനം ചെയ്യുകയാണ്. ഈ പോക്ക് പോയാലോ കേരളം ഒരു വയോജന സംസ്ഥാനമായി മാറില്ലേ? ഇതാണ് പലരുടെയും ആശങ്ക. മൈഗ്രേഷൻ യാഥാർത്ഥ്യമാണ്. അത് മലപ്പുറത്തിനും കേരളത്തിനും അതിന്റെ പൂർവ്വകാല ചരിത്രമുണ്ട്. ലോകമെമ്പാടും ഏത് ഭൂസീമകളിലും ഒരു മലയാളി സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നത് ആലങ്കാരികമായിട്ടല്ല, അത് വസ്തുതാപരമായിട്ടാണ് നമ്മൾ പറയാറുള്ളത്. പ്രത്യേകത എന്താണ്? ആ മൈഗ്രേഷൻ എന്ന യാഥാർത്ഥ്യത്തെ നമ്മൾ ആരും കാണാതിരിക്കുന്നില്ല. പക്ഷെ ഇപ്പോഴോ ഈ പറയുന്ന മൈഗ്രേഷൻ വഴി ഇപ്പോൾ സംഭവിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ പ്രചരണം വഴി ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നുണ്ടോ? ഒരു വൈജ്ഞാനിക ചോരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കരുവാരക്കുണ്ടിൽ പഠിക്കുന്ന മിടുമിടുക്കനായ ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ഒരു പെൺകുട്ടി നീറ്റ് എക്സാം എഴുതുന്നു. പ്രതിപാദനമായ പ്രവർത്തനത്തോടുകൂടെ സഖാവ് സരിനെ പോലെ MBBS പഠിക്കാൻ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു. പക്ഷെ കരുവാരക്കുണ്ട് മോശമാണ് എന്ന് പറഞ്ഞിട്ട് പലായനം ചെയ്യുന്ന ഒരു അനുഭവമുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അതാണ് വൈജ്ഞാനിക ചോരണം എന്ന് പറയുന്നത്. അത്തരമൊരു അനുഭവം കേരളത്തിനില്ല. കേരളം പിന്നിലായ അപൂർവം ചില മേഖലയിൽ ഒന്നായിരുന്നു. ഉന്നത വിദ്യാഭ്യാസമുള്ളവർക്ക്, അഭ്യസ്ത വിദ്യർക്ക് അഭിമാനകരമായ വേതനമുള്ള തൊഴിൽ കൊടുക്കുക കേരളം പിന്നിലായിരുന്നു. അതിന് പ്രയാസമായി വന്ന ഏറ്റവും വലിയ പ്രതിബന്ധം വ്യവസായത്തിലും നിക്ഷേപത്തിലും കേരളം പിറകിലായിരുന്നു എന്നുള്ളതാണ്. വ്യവസായവും നിക്ഷേപവും വരണമെങ്കിലോ വലിയ റോഡുകൾ വേണം, വലിയ പാലങ്ങൾ വേണം, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന വലിയ കണക്ടിവിറ്റി വേണം, ഉപരിഗതാഗത സംവിധാനങ്ങൾ വേണം. ഇതൊന്നും കേരളത്തിനില്ലായിരുന്നു. ആ അടിസ്ഥാന മേഖലയെ കേരളം പൊളിച്ചെഴുതി. ദേശീയപാതയും ജലപാതയും വാട്ടർ മെട്രോയും കൊച്ചി മെട്രോയും തീരദേശപാതയും എന്നിങ്ങനെ കേരളത്തിൽ അസംഭവ്യമെന്ന് 15 ആണ്ടെടുക്കുമെന്ന് 1.5 പതിറ്റാണ്ടെടുക്കുമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞ വികസനത്തെ ഓർമ്മിക്കണം. 2016 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഇന്നത്തെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമത്തിൽ ഒരു പ്രതികരണം നടത്തി. എന്തായിരുന്നു പ്രതികരണം? ഇപ്പോഴും അത് പബ്ലിക് ഡൊമൈനിലുണ്ട്. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? വിഷലിപ്തമായ മനസ്സോടുകൂടെ RSSന്റെ നേതാവ് കേരളത്തിൽ പറഞ്ഞത്, മുസ്ലിം മത തീവ്രവാദികളെ പിണക്കി ദേശീയപാതയും ജലപാതയും വാട്ടർ മെട്രോയും ഗെയിൽ പദ്ധതിയും ഒക്കെ കേരളത്തിൽ യാഥാർത്ഥ്യമാക്കിയാൽ പിണറായി വിജയനെ അംഗീകരിക്കേണ്ടതായി വരും. ഇപ്പോഴെന്താണ് നമ്മൾ ഒത്തുചേരുമ്പോൾ സമയത്തിന്റെ പ്രത്യേകത? ഇപ്പോൾ ഗെയിൽ പദ്ധതി ഉൾപ്പെടെയുള്ള എല്ലാ പദ്ധതിയും യാഥാർത്ഥ്യമാക്കിയെന്ന് മാത്രമല്ല, ഇവിടെ നിന്ന് ഗെയിൽ പദ്ധതി വഴി കൊച്ചി എറണാകുളത്തെ വീട്ടമ്മമാർക്ക് വീടിന്റെ അടുക്കളയിൽ ഇരുന്നുകൊണ്ട് ഗ്യാസ് ലഭിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് കേരളം മാറി. ഈ മാറ്റത്തിന്റെ പ്രതീകമാണ് ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇതൊന്നും ചർച്ചയാക്കപ്പെടാൻ പാടില്ല. ഈ വികസനം കേരളത്തിൽ സാധ്യമായപ്പോഴോ വൻകിട കമ്പനികൾ, ലോകോത്തര MNCകൾ കേരളത്തിലേക്ക് വരികയാണ്. ഒരൊറ്റ പ്രതികരണം കൂടെ പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അല്പമാസങ്ങൾക്ക് പിറകിലാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യൻ എക്സ്പ്രസിൽ IBMന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മൽ അദ്ദേഹത്തിന്റെ അഭിമുഖമുണ്ട്. IBM ലോകത്തിലെ ഏറ്റവും വലിയ MNCകളിൽ ഒന്നാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ, ഡാറ്റാ സയൻസിൽ, ഇന്റർനെറ്റ് ഓഫ് തിങ്സിൽ, ക്വാണ്ടം എഞ്ചിനീയറിംഗിൽ ഒക്കെ ഏറ്റവും വലിയ മൾട്ടിനാഷണൽ കമ്പനിയിലൊന്ന്. 2021 അവർ ഇൻഫോ പാർക്കിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. മുഖ്യമന്ത്രിയായിരുന്നു ആ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്തത്. പ്രത്യേകത എന്താണ്? 3 ആണ്ടുകൾക്കിപ്പുറം കേരളത്തിന്റെ അനുഭവം, തങ്ങൾക്ക് ലഭിച്ച കേരളത്തിലെ അനുഭവം അദ്ദേഹം വിശദീകരിക്കുകയാണ്. എന്താണ് അദ്ദേഹം പറയുന്നത്? പ്രസക്തമായ അഭിമുഖത്തിന്റെ ഘട്ടത്തിലെത്തുമ്പോൾ ദിനേശ് നിർമ്മൽ പറയുന്ന ഒരു വാചകമുണ്ട്. ഞങ്ങൾ 1000 കോടിയുടെ ബിസിനസ്സാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ 2024 എത്തുമ്പോഴോ ഞങ്ങൾക്ക് 3842 കോടിയുടെ ബിസിനസ് ലഭിച്ചു. ഞങ്ങൾ 800 പേർക്ക് തൊഴിൽ കൊടുക്കാനാണ് തീരുമാനിച്ചത്. ഇപ്പൊ കൊച്ചി ഇൻഫോ പാർക്കിൽ IBMന്റെ ക്യാമ്പസിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം 3482 അതിൽ 400-ലധികം 482 പേരെ കുറിച്ച് ദിനേശ് നിർമ്മൽ പറയുന്ന ഒരു വാചകമുണ്ട്. അവർ ഫ്രഷേഴ്സ് അല്ല. ഞങ്ങൾ നിലവിലുള്ള ക്യാമ്പസിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഒരു മെയിൽ അയച്ചു. നിങ്ങൾ ലോകത്ത് എവിടെ ജോലി ചെയ്യുമ്പോൾ ലഭിക്കുന്ന അതേ പ്രിവിലേജ് കേരളത്തിൽ ജോലി ചെയ്യുമ്പോൾ ആനുപാതികമായി നൽകാം. പ്രതികരണം എന്താണ്? 482 പേർ, 482 ഉദ്യോഗാർത്ഥികൾ ലോകമെമ്പാടുമുള്ള IBMന്റെ വിവിധ ക്യാമ്പസുകളിൽ നിന്ന് കേരളത്തിലേക്ക് സ്വിച്ച് ചെയ്തു. അങ്ങനെയാണ് അത്ര പ്രൊഫഷണൽ പറയുക. അങ്ങനെ 482 പേർ മധ്യപ്രദേശ് മുതൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. അഭിമുഖത്തിന്റെ തലവാചകം, ലീഡ് വാചകം ഇപ്രകാരമാണ്: റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ കേരള. റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിൻ ഈസ് ഹാപ്പനിങ് ഇൻ കേരള. പ്രതിപാദനരായ മിടുമിടുക്കന്മാരായ ആൺകുട്ടികളും പെൺകുട്ടികളും കേരളത്തെ തെരഞ്ഞെടുത്ത് കേരളത്തിലേക്ക് വരുന്ന റിവേഴ്സ് മൈഗ്രേഷന്റെ, റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിന്റെ അനുഭവങ്ങളെ കുറിച്ച് IBMന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മൽ പറയുകയാണ്. ഏതെങ്കിലും ആങ്കർമാർ നമ്മളോട് ഇത് വിശദീകരിച്ചോ? ഏതെങ്കിലും ഒരു പത്രത്തിൽ വലിപ്പമുള്ള ഒരു 3 കോളം വാർത്തയായി
റിവേഴ്സ് മൈഗ്രേഷനും റിവേഴ്സ് ബ്രെയിൻ ഡ്രെയിനും കേരളത്തിൽ സംഭവിക്കുന്നു എന്ന് IBMന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് പറഞ്ഞതിനെ സംബന്ധിച്ച് നമുക്ക് എവിടെയെങ്കിലും വായിക്കാൻ കഴിഞ്ഞോ? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി എന്ന ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയുടെ 38ാമത്തെ കപ്പൽ വിവിയാനോ തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്ത് നങ്കൂരമിടുകയാണ്. അവർ കഴിഞ്ഞ ദിവസം ഇറക്കിയ പത്രക്കുറിപ്പിന്റെ ലീഡ് വാചകം വി വുഡ് ലൈക്ക് ടു അഡോപ്റ്റ് വിഴിഞ്ഞം എന്നുള്ളതാണ്. നമ്മൾ പറയുന്നതല്ല, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി MSC പറയുന്നു, ഞങ്ങൾക്ക് കേരളത്തിന്റെ തുറമുഖത്തെ ദത്തെടുക്കാൻ ആഗ്രഹമുണ്ട്. അസാധ്യമെന്നും അസംഭവ്യമെന്നും നമ്മൾ നിശ്ചയിച്ചു വെച്ചിരുന്ന ആ അതിശയകരമായ മാറ്റങ്ങളിലൂടെ കേരളം നടന്നു പോകുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ കേരളം വിട്ടു പോകേണ്ട വരില്ല എന്ന് മാത്രമല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തിരുന്നു കൊണ്ട് അഭിമാനകരമായ വേതനത്തിൽ ജോലി ചെയ്യാൻ കഴിയുന്ന അന്തർദേശീയ സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് വരുന്നു വരികയാണ്. ദി സ്പൈസ് ജർമ്മൻ കമ്പനിയല്ലേ, ഏഷ്യയിലെ ആദ്യത്തെ ക്യാമ്പസ് തുറന്നത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്താണ്. ഡി സ്പൈസ് മുതൽ ആസ്ട്രോഡോ വരെ ഇന്ത്യയിലെ ആദ്യത്തെ സെന്റർ തുറന്നത് കൊച്ചിയിലാണ്. എത്രയെത്ര അനുഭവങ്ങൾ. അങ്ങനെ വന്നപ്പോൾ വ്യാവസായിക നിക്ഷേപത്തിലോ 28ആയിരുന്നു കേരളത്തിന്റെ സ്ഥാനം, 28. അല്പ ദിവസങ്ങൾക്ക് പുറകിൽ ഇപ്പൊ നമ്മുടെ പഴയ ചലച്ചിത്രങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ടാകും. മോഹൻലാലിന്റെ മിഥുനം സിനിമ, ദാക്ഷായണി ബിസ്ക്കറ്റ്സ് ചിലരുടെയെങ്കിലും ഓർമ്മയിലുണ്ടാകും. എന്താണ്? അമ്മയുടെ പേരിൽ ബിസ്ക്കറ്റ് കമ്പനി ആരംഭിക്കാൻ വരുന്നതാണ്. എല്ലാ ഓഫീസുകളിലും ചുവപ്പ് നാട. ലഭിക്കുന്ന പ്രതികരണം നിരാശാജനകമായത്. ഒടുവിൽ ആ സംരംഭം ഉപേക്ഷിക്കേണ്ട ഘട്ടം എത്തുമോ എന്ന സംശയത്തിലേക്ക് എത്തുന്നു. വരവേൽപ്പ് സിനിമ ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു. ഞങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികളായിരിക്കവേ അന്നത്തെ പ്രധാനമന്ത്രി AB വാജ്പേയി ജന്മദിനം ആഘോഷിക്കാൻ കേരളത്തിൽ വന്നു. അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ചത് വരവേൽപ്പിനെ കുറിച്ചാണ്. കാരണം എന്താണ്? കേരളത്തിൽ വ്യവസായം തുടങ്ങാൻ പറ്റില്ല. പ്രവാസിയായ ഒരു മനുഷ്യന്റെ വേർപ്പൊപ്പിൽ ഗൾഫ് ട്രാവൽസ്, അതാണ് അതിലെ കഥാപാത്രം ആരംഭിക്കുന്ന ബസ് സർവീസിന്റെ പേര്. യൂണിയൻകാർ സമരം ചെയ്യുന്നു, ട്രാവൽസ് വിൽക്കേണ്ടി വരുന്നു, മുടിഞ്ഞു കുത്തുവാളയെടുക്കുന്നു, തിരികെ പോകുന്നു. ഇതായിരുന്നു കേരളത്തെ സംബന്ധിച്ചുള്ള പ്രതീതി നിർമ്മാണം. ആ കേരളം ഇപ്പോഴെവിടെ എത്തി? അല്പ ദിവസങ്ങൾക്ക് പുറകിൽ മിനിസ്ട്രീസ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിന്റെ ചുമതലക്കാരൻ RSSന്റെ നേതാവാണ് പീയൂഷ് ഗോയൽ. വേണമെങ്കിൽ വ്യവസായ മന്ത്രി എന്ന് പറയാം. അദ്ദേഹം കേരളത്തിന് പുരസ്കാരം കൈമാറിക്കൊണ്ട് നടത്തിയ പ്രതികരണം എന്താണ്? 17 പദ്ധതിയാണ് നിക്ഷേപ സൗഹാർദ്ദത്തിലെ 1ാമത്തെ സംസ്ഥാനത്തെ കണ്ടെത്താൻ ഞങ്ങൾ നടപ്പിലാക്കിയത്. 28ആയിരുന്ന കേരളം, അതായത് കേരളത്തിന് പുറകിലൊരു രാജ്യവും ഉണ്ടായിരുന്നില്ല. 28ആയിരുന്ന കേരളം കരുവാരക്കുണ്ടിൽ നമ്മൾ ഒത്തുചേരുന്നതിൽ ദിവസങ്ങൾക്ക് പുറകിൽ RSSന്റെ നേതാവ്, നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന്റെ വ്യവസായ മന്ത്രി, അദ്ദേഹം പറയുന്നു 17 കർമ്മ പദ്ധതിയിൽ 14ലും 92% പെർഫോമൻസോടുകൂടെ 2024 നിക്ഷേപ വ്യവസായ സൗഹാർദ്ദത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ സംസ്ഥാനത്തിന്റെ പേര് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന നമ്മുടെ കേരളമാണ്. 28 കേരളത്തിന് പുറകിലായിരുന്നില്ല, ഇപ്പോഴോ കേരളത്തിന് മുന്നിലാരുമില്ല. ഈ മാറ്റങ്ങളിലൂടെ കേരളം സഞ്ചരിക്കുകയാണ്. പക്ഷേ അതൊന്നും എവിടെയും ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. ഈ പച്ചക്കള്ളം, ഈ ഹീനമായ നുണ അതിങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. സ്വാഭാവികമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രവർത്തകർ എന്ന നിലയിൽ ഇത്രയും കാലം ഉണ്ടായതിനേക്കാൾ വലിയ കരീപ ഉത്തരവാദിത്തം നമ്മുടെ എല്ലാവരുടെയും ചുമലിലുണ്ട്. ഈ നുണപ്രചരണങ്ങളെ തുറന്നു കാട്ടുകയും കേരളത്തിന്റെ ജനമനസ്സിനോടൊപ്പം കേരളത്തിലെ നിസ്വരായ ജനതയുടെ ജീവിത പ്രതീക്ഷകളെ നിലനിർത്താനും കേരളത്തെ അഭിമാനകരമായ മുന്നേറ്റങ്ങളിലേക്ക് കൈപിടിച്ചാനയിക്കുകയും ചെയ്യുന്ന നമ്മുടെ പാർട്ടി ഗവൺമെന്റിനെയൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അനിൽ പള്ളൂരിന്റെ പ്രസിദ്ധിയാർജിച്ച 2 വരി കവിതയുണ്ട്. റബ്ബർ തന്റെ ആത്മമിത്രമായ പെൻസിലിനോട് പറയും, നീ വരയ്ക്കുന്നത് പിഴയ്ക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും കാലയളവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ചെങ്കോട്ടയിൽ ചെങ്കൊടി ഉയർത്തുന്ന കാണാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ നാട്ടിൽ കരുവാരക്കുണ്ടിലും മലപ്പുറത്തും കേരളത്തിലും അവസാനത്തെ നിരാശ്രയനുമുള്ള കാലം വരെ, അവസാനത്തെ ദുർബലനുമുള്ള കാലം വരെ, അവസാനത്തെ വർഗീയവാദിയുമുള്ള കാലം വരെ ദുർബലർക്ക് ബലമേകുവാൻ, നിരാശ്രയക്ക് ആശ്രയമാകുവാൻ, വർഗീയവാദികളുടെ രാഷ്ട്രീയത്തിന് മുമ്പിൽ പതാക 4ആയി മടക്കി വെക്കാതെ, തൊഴുതു കുമ്പിട്ട് നിലവിളക്ക് കൊളുത്താതെ, ശാഖയ്ക്ക് കാവൽ കിടക്കാൻ പോകാതെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ പതാകയെ നിശ്ചയദാർഢ്യത്തോടുകൂടെ ഉയർത്തിപ്പിടിക്കാൻ CPIMന്റെ പോരാട്ട സമരങ്ങൾക്ക് ഈ സമ്മേളനം എല്ലാവിധ കരുത്തും പകരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് മുഴുവൻ ആളുകളെയും ഒരു ആകാശം നിറഞ്ഞ സ്നേഹത്തോടു കൂടെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ.